ആകാശവാണി. നമസ്കാരം. രാജ്യത്തിന്റെ സമുദ്രമേഖലയുടെയും തീരദേശങ്ങളുടെയും വികസനത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യ മാരിടൈം വീക്ക് 2025 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക വികസനത്തിന് എല്ലാ കാലവും ഊർജ്ജം പകർന്ന മേഖലയാണ് സമുദ്രമേഖല. പൌരാണിക കാലം മുതൽ കടൽ മാർഗമുള്ള വ്യവസായവും വ്യാപാരവും രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുടെ 3 ദിക്കുകളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു എന്നത് തന്നെയാണ് ഈ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കാനും കാരണം. ലോത്തൽ, മുസീരിസ് പോലുള്ള പുരാതന തുറമുഖങ്ങളിൽ നിന്ന് മുംബൈ, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം തുടങ്ങിയ ആധുനിക തുറമുഖങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര വ്യാപാരത്തെയും സംസ്കാരത്തെയും ദേശീയ വികസനത്തെയും കുറിച്ചുള്ള ചരിത്രം വ്യക്തമാക്കുന്നു. ഈ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര സമുദ്ര വളർച്ച, വ്യാപാര വികസനം, നീല സമ്പദ് വികസനം എന്നിവയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മാരിടൈം വീക്ക് 2025 മുംബൈയിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ പോർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയമാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന 2.2 ലക്ഷം കോടി രൂപയുടെ സംരംഭങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്നും കപ്പൽ നിർമ്മാണത്തിൽ പുതിയ ഉയരങ്ങളിലെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊളോണിയൽ ഷിപ്പിംഗ് നിയമങ്ങൾ 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. इस साल भारत के मैरीटाइम सेक्टर में नेक्स्ट जनरेशन रिफॉर्म्स के लिए भी बड़े कदम उठाए हैं. हमने 100 साल से ज्यादा पुराने कॉलोनियल शिपिंग लॉज को हटाकर 21st सेंचुरी के मॉडर्न और फ्यूचरिस्टिक लॉज लागू किए हैं. ये नए कानून स्टेट मैरीटाइम बोर्ड्स को एम्पावर करते हैं, सेफ्टी और सस्टेनेबिलिटी को बल देते हैं और साथ ही पोर्ट मैनेजमेंट में डिजिटलाइजेशन का भी विस्तार करते हैं. 7 രാജ്യങ്ങളുമായി ഇന്ത്യ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖല അതിർത്തി പങ്കിടുന്നു. സുരക്ഷാപരമായും തന്ത്രപരമായും സമുദ്രമേഖലയിലേക്കുള്ള പ്രാധാന്യം ഇതിലൂടെ വ്യക്തമാകുന്നു. വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വ്യാപാരത്തിന്റെ ഏകദേശം 95%, മൂല്യാടിസ്ഥാനത്തിൽ 68% സമുദ്രമാർഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സമുദ്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണം, വ്യാപാരം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഈ മേഖലയിലെ നിക്ഷേപങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ, സാഗരമാല ഡയലോഗ് തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്രബന്ധം ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യൻ മാരിടൈം വീക്കിലൂടെ ഇന്ത്യ നവീകരണത്തെയും പരിസ്ഥിതി സംരക്ഷണത്തെയും യുവതലമുറയുടെ പങ്കാളിത്തത്തെയും മുൻനിർത്തി മുന്നേറുകയാണ്. ഇന്ത്യയുടെ സമുദ്രമേഖല പരമ്പരാഗത പാരമ്പര്യത്തിന്റെയും ആധുനിക പ്രതീക്ഷകളുടെയും പ്രതീകമാണ്. ഇന്ത്യയുടെ GDP വളർച്ചയുടെ 60% 13 തീരദേശ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സംഭാവനയാണ്. ഏകദേശം 800 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന 23.7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രത്യേക സമ്പദ് മേഖല ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെയും നിർമ്മാതാക്കളെയും ആകർഷിക്കുന്നു. ബ്ലൂ എക്കോണമി എന്ന് വിളിക്കുന്ന ഈ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലൂടെ തൊഴിൽ, ഉൽപാദനം, കയറ്റുമതി തുടങ്ങിയവ വർദ്ധിക്കുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സാഗർമാല പദ്ധതി തുറമുഖ വികസനത്തിനും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്നു. മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം ഇന്ത്യൻ നിയമങ്ങൾ ആഗോളതലത്തിൽ അന്താരാഷ്ട്ര കൺവെൻഷനുകളുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇത് സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വ്യാപാരം സുഗമമാക്കുകയും ചെയ്യും. വ്യാപാരം ലളിതമാക്കാനും വിതരണ ശൃംഖലയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനുമാണ് കോസ്റ്റൽ ഷിപ്പിംഗ് ആക്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ വിശാലമായ തീരദേശത്തുടനീളം സന്തുലിത വികസനം ഇതുവഴി ഉറപ്പാക്കുന്നു. മാരിടൈം ഇന്ത്യ വിഷൻ പ്രകാരം 150ലധികം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. ഇത് പ്രധാന തുറമുഖങ്ങളുടെ ശേഷി ഇരട്ടിയാക്കി. ചരക്ക് കൈമാറ്റം ചെയ്യുന്നതിലുള്ള സമയം ഗണ്യമായി കുറച്ചു. ക്രൂയിസ് ടൂറിസത്തിന് പുത്തൻ ഉണർവ് നൽകി. ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്ക് നീക്കം 700%-ലധികം വർദ്ധിച്ചു. പ്രവർത്തനക്ഷമമായ ജലപാതകളുടെ എണ്ണം 3 നിന്ന് 32 ഉയർന്നു.
കപ്പൽ നിർമ്മാണത്തിലും അനുബന്ധ സമുദ്ര ഉപകരണ നിർമ്മാണത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി ധാരണാപത്രങ്ങൾ മാരിടൈം അമൃത്കാൽ വിഷൻ 2047ന്റെ ഭാഗമായി ഒപ്പുവച്ചു. ഇതിൽ 8 എണ്ണത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ഒപ്പുവച്ചു. 5000 വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യയുടെ സമുദ്ര പാരമ്പര്യവും വ്യാപാര മേഖലയിലെ നാവികശക്തിയും തുറമുഖങ്ങളുടെ വികസനവുമെല്ലാം പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ത്യൻ മാരിടൈം വീക്ക് 2025 തുടക്കം കുറിച്ചത്. ആഗോള സമുദ്ര ഭൂപടത്തിൽ ഇന്ത്യ ലോകത്തിന്റെ കവാടമായി മാറുന്ന ചിത്രമാണ് ഇനി വരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ സമുദ്രമേഖലയ്ക്കും തീരദേശങ്ങൾക്കും നൽകുന്ന കരുതലും സുരക്ഷയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ സുരക്ഷയുടെ വിശ്വാസത്തിലാണ് കടൽ മാർഗമുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും മെച്ചപ്പെടുന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സമുദ്രമേഖല നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര സമ്മേളനങ്ങളിലൊന്നായി ഇന്ത്യ മാരിടൈം വീക്ക് മാറിയത് സമുദ്രമേഖലയിൽ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. Our port have a very important role to play in making India a $30 trillion economy in next 22 years. NMPA through meticulous planning, modern infrastructure creation, advanced mechanization and digitization of operation coupled with green initiative towards sustainable port operation has created a legacy of excellence over the past 50 years. സമുദ്ര വ്യാപാര രംഗത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ മികച്ച ഉദാഹരണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ത്യയിലേക്കുള്ള ചരക്കു നീക്കം വലിയ തോതിൽ വർദ്ധിക്കാൻ ഇത് കാരണമായി. രാജ്യത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് ഇതിലൂടെ മുന്നേറ്റമുണ്ടായതായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് വിഴിഞ്ഞത്തിന്റെയോ തിരുവനന്തപുരത്തിന്റെയോ കേരളത്തിന്റെയോ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനഭാജനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ എന്ന ആഗോള മാരിടൈം ഭൂപടത്തിൽ ഒരു പ്രധാനിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഉദ്ഘാടനം ചെയ്ത ഒരു വർഷ കാലയളവിൽ തന്നെ കാര്യശേഷിയോടുകൂടി പ്രവർത്തിക്കുവാനും ഏകദേശം 1.5 മില്യൺ TEUs ചരക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു. ഇതിൽ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് സേവനങ്ങളിലാണ്. അപ്പൊ ഇതിനോടകം തന്നെ നമുക്ക് ഏകദേശം 25 പടുകൂറ്റൻ കപ്പലുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ സുഗമമായി നങ്കൂരമിട്ട് ഏറ്റവും നല്ല സേവനം കൈപ്പറ്റിക്കൊണ്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കപ്പൽ, ഏറ്റവും വീതി കൂടിയ കപ്പൽ, ഏറ്റവും ആഴത്തിൽ വന്ന് നങ്കൂരമിടുന്ന കപ്പൽ, ഏറ്റവും അധികം ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ, ഏറ്റവും അധികം കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്ന കപ്പൽ, ഏറ്റവും അധികം വാല്യമുള്ള കപ്പൽ, അങ്ങനെ ഏത് തരത്തിലുള്ള ഖ്യാതി നമ്മൾ എടുത്തു നോക്കിയാലും അതെല്ലാം ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ കപ്പലുകളെല്ലാം ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ 75% ട്രാൻസ്ഷിപ്മെന്റും മറ്റ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ചെറിയ കപ്പലുകളിൽ പോയി ചെന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ചരക്ക് എടുത്തുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു ഇത്രയും കാലം നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ വരുമാനം എന്നുള്ളത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു പിടിക്കുവാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെ നമ്മുടെ രാജ്യം കാണുന്നത്. ഈ 75% ട്രാൻസ്ഷിപ്മെന്റ് റവന്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏകദേശം $220 മില്യൺ എന്നുള്ള ഒരു നിരക്കിലേക്കാണ് വരുന്നത്. അപ്പൊ അത്രയധികം വരുമാനം ട്രാൻസ്ഷിപ്മെന്റിലൂടെ മാത്രം നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത് കൂടാതെ തന്നെ ഇപ്പൊ ഈ വർഷം തന്നെ റോഡ് മാർഗേനയുള്ള കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കും. അതോടുകൂടി തന്നെ നമ്മുടെ പ്രാദേശിക വ്യവസായം എന്നുള്ളതും തീർച്ചയായിട്ടും കൂടുതൽ സമ്പുഷ്ടമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിലും ഒപ്പം ചുറ്റുമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിഴിഞ്ഞം തുറമുഖത്തിലൂടെ കയറ്റുമതി ഇറക്കുമതി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റേത് സംസ്ഥാനത്തിലെ വ്യവസായികൾക്കുമൊക്കെ അതൊരു വലിയ വരദാനമായിരിക്കും. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വിഴിഞ്ഞം രാമപുരം തുരങ്കപാതയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടനെ തന്നെ ആരംഭം കുറിക്കും. അങ്ങനെ നമ്മുടെ വികസന യാത്ര പടിപടിയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ കുതിച്ചുചാട്ടങ്ങൾ ഓരോന്നും യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ വലിയ മുതൽക്കൂട്ടായി വികസനോന്മുഖമായിട്ടുള്ള രീതിയിൽ തീർച്ചയായിട്ടും മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CEO ശ്രീകുമാർ കെ നായർ. പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് വഴി നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ യുവജനങ്ങൾക്ക് എന്താണ് നേട്ടം?
നമുക്കിവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ? നമുക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുമോ? നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഇത് ശക്തി പകരുമോ? ഇതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഈ തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്ന തെക്കൻ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം ഭാഗത്ത് നിലവിൽ ഈ തുറമുഖത്തിന്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ സാധ്യമായ ഒരു ലോജിസ്റ്റിക് സംവിധാനം നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 2 വർഷ കാലയളവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഭാഗമായിട്ട് ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ആദ്യം ഒരുക്കും. MT കണ്ടെയ്നർ യാർഡുകൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, കോൾഡ് ചെയിൻ, കൂൾ ചെയിൻ, വെയർഹൌസുകൾ, ഇത്തരം സജ്ജീകരണങ്ങൾ വരുന്നതോടുകൂടി നിലവിൽ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് എന്ന പ്രക്രിയയ്ക്കപ്പുറത്തേക്ക് വിഴിഞ്ഞം വഴിയുള്ള കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകും. ഇതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ തുറമുഖാധിഷ്ഠിത വ്യവസായവൽക്കരണത്തിനുള്ള വ്യവസായ പാർക്കുകളും മറ്റ് സജ്ജീകരണങ്ങളും സർക്കാർ തലത്തിൽ മുൻകൈയെടുത്ത് ഒരുക്കാനായിട്ടുള്ള നടപടികൾ മുമ്പോട്ട് പുരോഗമിക്കുകയാണ്. ഈ ഒരു സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ 40ഓളം തുറമുഖങ്ങളുമായിട്ട് നേരിട്ട് സർവീസ് നടത്തുന്ന വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണമായി മാറുന്നതും നമ്മുടെ നാട്ടിൽ ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും നമ്മുടെ സമ്പദ്ഘടനയെ അത് ശക്തിപ്പെടുത്തുന്നതും. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി എന്നത് രാജ്യത്തിനും കേരളത്തിനും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം പൂർണ്ണ പ്രവർത്തന സജ്ജമായത് ഈ രംഗത്തെ വലിയ നേട്ടമാണ്. ലോകത്തിലെ തന്നെ ഒരു തുറമുഖത്തിന്റെ ക്രെയിൻ ഓപ്പറേറ്റർമാരിൽ ഭൂരിഭാഗവും തദ്ദേശീയരായ വനിതകളാണെന്ന അപൂർവത വിഴിഞ്ഞം തുറമുഖത്തെ ലോകശ്രദ്ധയിലെത്തിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കം കൈകാര്യം ചെയ്യുന്ന യാർഡ് ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന 20 പേരിൽ പകുതിയോളം പേർ തദ്ദേശീയരായ സ്ത്രീകളാണ്. നിരവധി പേർക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കും സ്ത്രീകൾക്കും തൊഴിൽ നൽകാൻ ഈ മേഖലയ്ക്ക് സാധിക്കുന്നു എന്നതും അഭിനന്ദനാർഹമാണ്. 2021 മേജർ പോർട്ട് അതോറിറ്റി ആക്ട് വഴി തുറമുഖങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണം നൽകുന്നതിനും അവയുടെ സ്ഥാപന ചട്ടക്കൂട് നവീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. 2016 ദേശീയ ജലപാത നിയമപ്രകാരം 106 പുതിയ ജലപാതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും മത്സ്യസമ്പദ യോജന പോലുള്ള നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. സമുദ്രമേഖലയിലെ വികസനത്തിൽ ഇന്ത്യ ദീർഘദൂരം സഞ്ചരിച്ചതിന്റെ തെളിവാണ് ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും മികച്ച ചർച്ചാവേദിയായി ഇന്ത്യൻ മാരിടൈം വീക്ക് മാറിയത്. 2047 സമുദ്ര വ്യവസായത്തിൽ ഇന്ത്യയ്ക്ക് പ്രമുഖ സ്ഥാനം ഉറപ്പാക്കുക എന്ന സ്വപ്നം കൈവരിക്കുന്നതിന് ഇത് സഹായകമാകും. 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ അവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കുന്നുണ്ട്. പരസ്പര സഹകരണത്തിലൂടെ രാജ്യത്തെ മുഴുവൻ സമുദ്ര വ്യവസായത്തെയും ആഗോള സമുദ്ര വ്യവസായത്തെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര രൂപരേഖയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സമുദ്രമേഖലയെ ദേശീയ ശക്തിയുടെയും പ്രാദേശിക സ്ഥിരതയുടെയും ആഗോള അഭിവൃദ്ധിയുടെയും ഉറവിടമാക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനായി നിരവധി സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മറികടക്കുന്നതിന് പര്യാപ്തമായ ഹരിതവും സമൃദ്ധവുമായ സമുദ്രമേഖല എന്ന ദർശനമാണ് ഇന്ത്യയുടേത്. സാങ്കേതിക വിദ്യയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും യോജിപ്പിച്ചുള്ള വികസനവും അതിലൂടെ ആഗോളതലത്തിൽ സമുദ്രശക്തിയായി ഉയർന്നു വരാനുമാണ് ഇന്ത്യയുടെ ശ്രമം. 2047 വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച പ്രധാന മേഖലകളിലൊന്നായി സമുദ്രമേഖല ഉയർന്നു നിൽക്കുമെന്നത് നിസ്സംശയം പറയാനാകും. രാജ്യത്തിന്റെ സമുദ്രമേഖലയുടെയും തീരദേശങ്ങളുടെയും വികസനത്തിന് ഊന്നൽ നൽകിയ ഇന്ത്യ മാരിടൈം വീക്ക് 2025 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം കൃഷ്ണ പ്രകൃതി.